അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായി, എല്ലാവരും പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തുടങ്ങാത്തവർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് പുൽക്കൂട് വാങ്ങിക്കാണ്ട് നമ്മൾ അവരെ കൊണ്ടൊക്കെ ആയിട്ടും അല്ലെങ്കിൽ നമ്മളൊക്കെ സഹായിച്ചിട്ടും ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ സന്തോഷം കിട്ടും. അല്ലാണ്ട് ഈ ക്രിസ്മസിൻ്റെ തലേദിവസം പോയിട്ട് ഒരു റെഡിമെയ്ഡ് പുൽക്കൂട് ഒരുപാട് പൈസ മുടക്കി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്രത്തോളം സന്തോഷം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഉണ്ടാക്കിയാൽ നോക്കാം. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പാടത്തും പറമ്പിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് പോലില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെക്കാളും പാഴ്വസ്തുക്കളുടെ ഒക്കെ ഇപ്പോൾ ഒരുപാട് നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ടി വി വാങ്ങിക്കിട്ടുണ്ടെങ്കിൽ ഇതുമാതിരത്തെ തെർമോക്കോൾ പീസുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുമാതിരത്തെ കടലാസ് വെട്ടികൾ, അങ്ങനത്തെ ഇത്രത്തോളം ചെറിയ ചെറിയ സാധനങ്ങൾ മതി. ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള നല്ല പുൽക്കൂട് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഒപ്പിച്ച് ഉണ്ടാക്കാവുന്ന കേസുള്ളൂ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല പുൽക്കൂട് നമുക്ക് കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ പറയാനില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഓക്കെ. നേരത്തെ നമ്മൾ എടുത്ത തെർമോക്കോൾ കട്ട് ചെയ്ത് ഏകദേശം ഈ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വയ്ക്കുകയാണ്. അടുത്ത് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിലിക്കോണാണ് ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് ഒട്ടാൻ നല്ലതാണ്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ കിട്ടാവുന്ന പശ ഇതുള്ളൂ, എളുപ്പത്തിൽ ഒട്ടാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യണത്. പിന്നെ ഇത് ഇന്ന് പാല് വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളൊരു empty ബോക്സ് ആണിത്. അപ്പോൾ അതും ആവശ്യമുണ്ട് നമുക്ക്. പിന്നെ ഇത് നമ്മൾ ബ്രെഡിൻ്റെ ഈ പൊടി വാങ്ങിച്ചത്, അതും ആവശ്യമുണ്ട്. പിന്നെ ഇന്ന് പുറത്ത് പോയപ്പോൾ ചായ കുടിച്ചാണ്, അത് കളഞ്ഞില്ല. അപ്പോൾ അത് എടുത്തിട്ട് വന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം ഇതുമാതിരി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ വീടിനാകുമ്പോൾ സെറ്റാക്കി വെക്കണം, ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് ഇനി ബാക്കി അടുത്ത പരിപാടികൾ തുടങ്ങാം. ഇത്രയൊക്കെ മതി. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത വീടും ഏകദേശം ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഭംഗിയൊക്കെ കൂട്ടാനുണ്ട്. അപ്പോൾ അത് ഭംഗി കൂട്ടി കഴിഞ്ഞിട്ട് വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ഈ സൈഡും കൂടി വെച്ച്, അപ്പോൾ ഇത് ഏകദേശം ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കണം. ഈ മിൽക്കിൻ്റെ ഇതൊക്കെ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ അതും കളയണ്ട. അപ്പോൾ അത് നമുക്ക് ഈ കൊട്ടാരത്തിന് ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് എവിടെ അങ്ങോട്ട് വെച്ചെടുക്കാം. അപ്പോൾ അതൊരു ഭംഗി ആയിക്കോളും. ഇപ്പോൾ ഈ കുഞ്ഞ് വീടിനെ ഏകദേശം നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് ഇതൊന്ന് ഉണങ്ങിയായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിലേക്ക് മുമ്പ് നമുക്ക് ഈ മേൽക്കൂര അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ. അപ്പോൾ അത് നമുക്കതൊന്ന് ഇത്തിരി കൂടി ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കിത് ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് കൊടുക്കാം. ഇത് ഈ കടലാസിൻ്റെ കഷ്ണങ്ങൾ വേണ്ട, ഇതിൻ്റെ തന്നെ കീറിയതാണ് ചെറുതായിട്ട്. ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. കണ്ട, അപ്പം നമ്മുടെ ഈ ചെറിയ വീടുണ്ടാക്കിയത് ഇതേമാതിരി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പയ്യെ. ഇനി പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി ഉണ്ട് മിനുക്ക് പണികളൊക്കെ. അടുത്തത് നമുക്കൊരു ചെറിയൊരു ഗുഹ മാതിരി ഉണ്ടാക്കണം. അതിനെന്തെങ്കിലും ഒരു കുപ്പിയോ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ എടുക്കുക. ചെറുതായിട്ടൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കടലാസോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് കണ്ട ഏകദേശം ഈ ഷേപ്പിൽ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല, ഏകദേശം മതി. ഇത്ര ആയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയ വേറൊരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. എന്നാലാണ് നമുക്കതൊരു ഗുഹയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയെന്ന് ഇതിപ്പോൾ കാണിച്ചു തരാം. അതിനുശേഷം ഇതുമാതിരി ഒരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട്, വേസ്റ്റ് ആയിട്ടുള്ള പാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതിൽ കുറച്ച് ജിപ്സം പൊടി കാണിച്ചുകൊണ്ടുവന്നുണ്ട്. അത് ഇതിലോട്ട് ഇങ്ങനെ ഇടാം. അതിനുശേഷം ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഒരു മീഡിയം ടൈപ്പിലാക്കി എടുക്കണം. വെള്ളം കൂടുതലാണ്, അപ്പോൾ കുറച്ചും കൂടിയും പൊടി ഇട്ട് കൊടുക്കുക. ജിപ്സ് ഇട്ടിട്ട് ഇതുമാതിരി കാണിക്കുമ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാം മാക്സിമം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടതാണ്.
അതിനുശേഷം ദേ ഇതുമാതിരി ഒരു പഴംതോണി എടുക്കുക. ആ പഴംതോണി എടുത്തിട്ട് ആ ജിപ്സത്തിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യുക. മാക്സിമം ഇതിൻ്റെ 2 സൈഡും ആക്കിക്കോളൂ, എങ്കിലാണ് അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത കൊള്ളാം. ഇപ്പം ഏകദേശം 2 സൈഡും നന്നായിട്ടായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഗുഹ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനം അതിൻ്റെ മുകളിലേക്ക് പയ്യെ ഇങ്ങനെയായിട്ട് കമത്തിയാണ്ട് വയ്ക്കുക. എന്നിട്ട് ഏകദേശം ഇതേമാതിരി ഒരു ഷേപ്പിലൊക്കെയാണ്ട് ഒരു ഗുഹയുടെ ഷേപ്പിലാണ്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത്ര ഉള്ള പരിപാടി. ഇതിപ്പോൾ ഇതേ ഒരു രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഇതേമാതിരി അങ്ങോട്ട് ആക്കിയെടുക്കുക. ഇതേമാതിരി ആക്കിയെടുത്തതിന് ശേഷം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഉണങ്ങണം. ഇത് ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാവുന്നുള്ളത് നമുക്ക് നോക്കാം. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം. അതിനുശേഷം ഇതുമാതിരത്തെ ഈ കാർഡ്ബോർഡിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അത് കുറച്ച് ഇതുമാതിരി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ പശ എടുക്കുക, ഇതിലങ്ങോട്ട് ചെറുതായിട്ടാണ് മുക്ക ഇതുമാതിരി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ പീസുകളുണ്ട് ഈ തെർമോക്കോളിൻ്റെ. ഇതൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു പിടിപ്പിക്കണം. ഇതുപോലെ പശയെടുക്കുക. അങ്ങനെ വലിയ ഷേപ്പൊന്നും വേണമെന്നില്ല, വെറുതെ തോന്നണ മാതിരിക്കതേ. ഇത്ര ഉള്ള പരിപാടി. ഇതുമാതിരി തോന്നണ മാതിരിയോട് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഗുഹ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള സംഭവം എടുത്തിട്ട് പൊളിച്ചു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് അപ്പം ഏകദേശം ഒരു ഗുഹയുടെ ഒക്കെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പെയിൻ്റൊക്കെ അടിച്ച് വരുമ്പോൾ വൃത്തിയായിക്കോളും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ സാധനം നമുക്ക് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ മലയും ഇതും കല്ലൊക്കെ വന്നു കഴിയുമ്പോൾ, ഇവിടെ ഒരു പുൽക്കൂടൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഉഷാറായിക്കോളും. അപ്പോൾ ഏകദേശമൊക്കെ ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കാൻ വെച്ചേക്കണ വീട് എടുത്ത് നോക്കാം സെറ്റായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏകദേശം വീടും ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഹോൾ ഇട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബൾബൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ അറിയാം എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഇങ്ങനെ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്കവിടെ സെറ്റ് ചെയ്യാം, ഇങ്ങനെ ചെരിച്ചവിടെ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഓൾറെഡി കുറച്ച് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, പക്ഷേ ഇനി ഇതിനൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ഒരു ചെറിയ പീസൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം അതിന് സപ്പോർട്ടായി. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലും വീഴാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. അടുത്തതിന് നമ്മൾ ഈ വീട് തന്നെ ഇരിക്കുന്ന ഇത്തിരി ഹൈറ്റ് കുറവുണ്ട്. അപ്പോൾ അതിനൊരു തെർമോക്കോളിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുമ്പോൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഹൈറ്റായി. അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പൊക്കെ ഫില്ലായി പോകാൻ വേണ്ടി ഇതതിനെ മറയിൽ നിന്നോളും. അപ്പോൾ നമുക്ക് ഇത്തിരി ഹൈറ്റ് കൂട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് എടുത്തിട്ട് ഇതിൻ്റെ ഈ അടിവശം ഇങ്ങനെ ഇതുമാതിരിയായിട്ട് കട്ട് ചെയ്യാം. ഇതുമാതിരി കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു കിണറുമാരത്തെ സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഏകദേശം ഇത്രത്തോളമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും കിടക്കുന്ന പരിപാടികൾ. ഇപ്പോൾ ആകെ വെള്ളമയതുകൊണ്ട് ഒന്നും മനസ്സിലാവുണ്ടാവില്ലല്ലേ. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് സിമെൻറ്റോ അല്ലെങ്കിൽ ഈ ജിപ്സം തന്നെ കലക്കി ഒഴിച്ച് പിന്നെ അതൊക്കെ സെറ്റായിട്ട് ഈ പെയിൻ്റൊക്കെ അടിച്ച് വന്നാലാണ് ഇതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. ഇനിയിപ്പോൾ ഒരായിട്ട് ഇനി കുറച്ചും കൂടി പണി കൂടി ഉണ്ട് ഇതുമ്മേ. ഇപ്പം നമ്മൾ ഇതുമാതിരി കണ്ട ഇത്രയും സംഭവങ്ങൾ ഈ തെർമോക്കോളൊക്കെ ഇവിടെ ഒട്ടിച്ച് പിടിപ്പിച്ച് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറേ ഷാർപ്പായിട്ട് കുറേ ഭാഗങ്ങളുണ്ട് കണ്ട, ഇവിടെയൊക്കെ ഷാർപ്പായിട്ട് നിൽക്കണം. ഇത് സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചിട്ടുള്ളൂ. അതൊന്ന് നമുക്ക് വേറെ ഇത്തിരി കൂടി ഭംഗിയാക്കി എടുക്കാനുണ്ട്.
അപ്പോൾ ഈ ഷാർപ്പായ വശങ്ങൾ ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ മറ്റേ ജിപ്സൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി വരുള്ളൂ. ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭംഗി ഭയങ്കര നമ്മൾ വിചാരിച്ചൊരു ഭംഗി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് ഞാൻ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ലൈറ്ററൊക്കെ വെച്ചിട്ടാണ് ഇത് ഉരുക്കാറ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഹീറ്റർ ഉള്ളതിൻ്റെ പേരിൽ ഹീറ്റർ വെച്ചിട്ട് ഉരുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇപ്പോൾ വേണ്ട ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പോയിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ജിപ്സത്തിൻ്റെ ഇതൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഈ കുറച്ച് സ്പേസ് ഗ്യാപ്പൊക്കെ കൂടെ കാണുന്നുണ്ട്. അവിടെയൊക്കെ ഒത്തിരി കൂടിയും തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ വേണ്ട അതായത് ആ ചൂടടിച്ചപ്പോൾ ഒരു പഴയ ഒരു കല്ലിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ കറക്റ്റ് ഭയങ്കര മിനുസായിട്ടിരിക്കുമ്പോൾ പഴയ ഒരു വീടിൻ്റെ സെറ്റപ്പ് ഒന്നും കിട്ടില്ല. അതായത് ഇത്തിരി പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ആയിരിക്കണമല്ലോ. അപ്പോൾ ആ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെയൊക്കെ ഇത്തിരി ഹീറ്റ് ചെയ്തപ്പോൾ വേറൊരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. കേട്ടോ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഗ്യാപ്പുള്ളിടത്തൊക്കെ ഈ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കൊടുക്കണം. അതെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഈ ജിപ്സ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുകയാണ് ചെയ്യണത്. ഒഴിക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ ഒക്കെ പോയി ഇതിന് ഒരുപാട് വെയിറ്റ് ആവും. ഒരുപാട് വെയിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്യണത്. ഇനി നമ്മൾ അടുത്ത് ചെറുതായിട്ട് ഈ ജിപ്സം കലക്കി വെച്ച് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു നോക്കണം എന്താ അവസ്ഥ എന്നൊന്ന് നോക്കട്ടെ. ജിപ്സം കലക്കിയത് കുറേ കോരി ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് എല്ലായിടത്തും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുൽക്കൂട് റെഡി ആയിരിക്കണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതുമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുമാതിരി നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും